ഒരു പ്ലാനും ഇല്ലാണ്ട് വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോൾ വന്നൊരു ഐഡിയ ആണ് ടാറ്റു അടിച്ചാലോ എന്ന്. ഹേ ഗൈസ്, നമുക്കിന്ന് ടാറ്റു അടിച്ചാലോ? അതും ജർമ്മനിയിൽ. എവിടെ അടിക്കും, എന്ത് ഡിസൈൻ ചെയ്യും, എത്രയാവും, ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നതാ. ഇതൊക്കെയാണ് ഒറ്റ മൈൻഡ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ സപ്പോർട്ടായി കൂടെ ദേ ഇതുപോലൊരാളോടെ ഉണ്ട്. അയവ കളറായി. സോ ആദ്യം അവരൊരു ഫോം തരും ഫില്ല് ചെയ്യാനായിട്ട്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ടാറ്റു ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്കി ഭവിഷ്യത്തുകൾ നമ്മൾ ഏറ്റെടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പർ നമ്മൾ ആദ്യം സൈൻ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഡിസൈനൊക്കെ സെലക്ട് ചെയ്യണം. അവരവരുടേതായ കുറേ ഡിസൈനൊക്കെ കാണിച്ചു തന്നു. ഇവക്കാണ് ഇംഗ്ലീഷ്, മലയാളം, ജർമ്മൻ ഈ വക ലാംഗ്വേജ് ഒന്നും അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ എന്തെങ്കിലും എഴുതണം. കാണും പോലെയല്ല, നല്ലോണം പേടിച്ചിട്ടുള്ള കിടപ്പാണ് അത്. ഇതാണ് അവളുടെ ഫൈനൽ റിസൾട്ട്. അവൾക്ക് പെയിനൊന്നും എടുത്തില്ല എന്നും പറഞ്ഞ് ആശ്വസിച്ച് ഞാനും ഇരുന്നതാ. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടാ, ബട്ട് സഹിക്കബിളാണ്. അമ്മേ അച്ഛ അത്രയ്ക്കൊന്നുമില്ല. ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ടാറ്റു അടിക്കാൻ പേടിച്ചിരിക്കുന്നവരാണോ? ജസ്റ്റ് ഡു ഇറ്റ്. അത്ര വേദനയൊന്നും ഇല്ലാന്നേ. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് അല്ലേ? പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ജർമ്മനി വന്ന് ടാറ്റു ആൻഡ് ഓൾസോ സെപ്റ്റം പിയേഴ്സിങ്. ഇൻഡിപെൻഡൻ്റ് ആയുള്ള ഗുണം കണ്ടില്ലേ? അപ്പോൾ ബൈ.